തിരുമേനി, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ നായ വലിയ ശബ്ദത്തിൽ ഓരിയിടുന്നു. ഇത് നിത്യേന കേൾക്കുന്നതാണ്. ഞാൻ അവരുടെ അടുത്ത് പലവട്ടം പറഞ്ഞു ഈ നായയെ അവിടുന്ന് മാറ്റണമെന്ന്. അവർ കേൾക്കുന്നില്ല. ഇത് എനിക്ക് വളരെയധികം അസഹ്യത ഉണ്ടാക്കുന്നു. ഈ നായ ഇങ്ങനെ ഓരിയിടുന്നത് അപശകുനമല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ നായ്ക്കൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിൻ്റെ മുന്നിൽ വന്ന് അകത്തേക്ക് നോക്കി ഓരിയിടുന്നത് അത്ര ഗുണകരമല്ല എന്ന് വിശ്വാസങ്ങളിൽ പറയുന്നുണ്ട്. അത് ചില നെഗറ്റീവുകൾ വീട്ടിനകത്തുണ്ടെങ്കിൽ അത്തരം സൂചനകൾ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ സംഭവം വ്യത്യസ്തമാണ്. തൊട്ടടുത്ത വീട്ടിലെ നായയാണ് ഓരിയിടുന്നത്. അവരുടെ വീട്ടിലെ ആ വളപ്പിൽ നിന്നാണ് ഓരിയിടുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഇടപെടാൻ പറ്റില്ല. കാര്യം അത് അവരുടെ വീട്ടിലുള്ള നായ എന്നുള്ള സങ്കല്പത്തിലാണ്. ഈ നായകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം അപരിചിതമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ഏകാന്തത തോന്നിയാൽ, ഭയം തോന്നിയാൽ അത് ഇങ്ങനെ ഓരിയിടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഉച്ചഭാഷണികളിലൂടെ ചില നീട്ടിയുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ നായ്ക്കൾ ഓരിയിടുന്നത്, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നായ്ക്കൾക്ക് ഇങ്ങനെ അതിൻ്റെ ഓരിയുമായി സാമ്യമുള്ള എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അങ്ങനെ ഓരിയിട്ടേക്കും, താതാത്മ്യം പ്രാപിച്ചിട്ട് ഓരിയിട്ടേക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനും ഇങ്ങനെ ഒരു രീതി, അതിൻ്റെ ഓരിയിടലുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥന രീതി നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. നമ്മുടെ നീട്ടലും കുറുക്കലും ഒക്കെ അങ്ങനെ എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കണം. എങ്കിൽ അത് തിരുത്തണം. കുറച്ചുകൂടി വോളിയം കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം. മനനാത്രായ ഇതി മന്ത്രഹ എന്നല്ലേ പറയണം. നമ്മുടെ പ്രാർത്ഥനയുടെ മന്ത്രജപത്തിന്റെ ഒക്കെ വോളിയം കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അപരിചിതമായിട്ടുള്ള സൗണ്ടായിട്ട് ആ പട്ടിക്ക് അനുഭവപ്പെടില്ല. അത് മിണ്ടാതെ കിടക്കും. ചിലപ്പോൾ നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പട്ടിക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ പക്ഷത്തു നിന്ന് ഇങ്ങനെയുള്ള തിരുത്തലുകൾ ചെയ്യുക. അതൊരു പാവം ജീവിയല്ലേ. നമ്മൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ചിലപ്പോൾ ഓമനിച്ച് വളർത്തുന്നതായിരിക്കും. നമ്മൾ നമ്മുടേതായ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ.